Hello everyone, good morning. Welcome back to our YouTube channel. So let's start our day 3 in Malaysia. ഇന്നലെ നമ്മൾ മുരുകൻ്റെ അമ്പലത്തിലാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത് ബാത്തു കേസിൽ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു മോസ്കിൽ നിന്നാണ്. എല്ലാ ദിവസവും രാവിലെ അമ്പലങ്ങളും പള്ളിയുമായിട്ട് കയറി ഇറങ്ങി നടക്കുക. അങ്ങനെ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നാഷണൽ മോസ്ക് ഓഫ് മലേഷ്യ എന്ന് പറയുന്ന മോസ്കിൽ നിന്നാണ്. ഇത് അത്യാവശ്യം നല്ല ആർക്കിടെക്ചർ, നല്ലൊരു അട്രാക്ഷനുള്ള ഒരു മോസ്കാണ്. ഇതിൻ്റെ അകത്ത് കയറുന്നതിന് സ്പെസിഫിക് ടൈമിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ ഡ്രസ് കോഡ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവർ നമുക്കൊരു ഡ്രസ്സ് തരും. മറ്റേ മുസ്ലിംസ് ഇടുന്ന പോലത്തെ തട്ടവും അങ്ങനെ ഫുൾ കവേർഡ് ആയിട്ടുള്ളൊരു പർദ്ദ പോലത്തെ ഒരു സംഭവം. ആൺപിള്ളേരും എനിക്കൊന്ന് പെൺപിള്ളേരും ഇടണമെന്ന് തോന്നുന്നു. ആൺപിള്ളേർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന പടം ഞാൻ കണ്ട്, അറിയത്തില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയെന്നല്ല, മഴ പെയ്യാനൊക്കെ നിൽക്കുന്ന പോലെ ഭയങ്കര വെയിലല്ല. ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ടയേർഡായിപ്പോയി. ഇന്നെന്തായാലും അത്രയ്ക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഒരുപാട് മോസ്കുകളുള്ള ഒരു സ്ഥലമാണ് ഈ മലേഷ്യ. അതിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത് പോയൊരു മോസ്കായിരുന്നു ഇത്. എന്താണ് ഈ മോസ്ക് സെലക്ട് ചെയ്ത് പോയെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആൻസർ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടത് വെച്ച് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഞങ്ങൾക്ക് തോന്നിയൊരു മോസ്കായിരുന്നു ഇത്. അതേപോലെ നല്ല ഫേമസും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോസ്കാണ് പിങ്ക് മോസ്ക്. അവിടെയും പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഈ മോസ്കിൽ ടൂറിസ്റ്റായി വരുന്നവർ ആദ്യം പോകേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ ചെന്നാലുടനെ നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്യണം. അതെല്ലാ ടൂറിസ്റ്റുകൾക്കും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഈ മോസ്ക് വിസിറ്റ് ചെയ്യണമെന്നുള്ളവർ ഈ കാണുന്ന വിസിറ്റിംഗ് ആവേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പ്രയറൊക്കെ മുടങ്ങാതെ നടക്കുന്ന ഒരു മോസ്കാണ് ഇത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ചെരുപ്പ് ഊരുക, നേരെ പോയി അവർ തരുന്ന ഡ്രസ്സ് ഇടുക. ഗേൾസിന് മാത്രം മതിയായിരുന്നു കേട്ടോ ഡ്രസ്സ്. ആണുങ്ങൾക്ക് ഡ്രസ്സ് ഇടണമെന്നുള്ളതൊന്നും അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചില മോസ്കിൽ ചിലപ്പം ആണുങ്ങൾക്കും ഡ്രസ്സ് വേണ്ടി വരുമായിരിക്കും. ഇവിടെ എന്തായാലും ഞങ്ങൾ രണ്ടും മാത്രമാണ് ഈ കാണുന്ന ഡ്രസ്സ് ഇടേണ്ടി വന്നത്. ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ചുമ്മാ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ പറ്റിയത് ശരിക്കും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നേ. നമ്മൾ രാവിലെയാണ് മോസ്കിൽ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അത്യാവശ്യം കുറേ ആളുകളും ഉണ്ടായിരുന്നു. എപ്പോഴും ഇവിടെ ഇങ്ങനെയാണോ അതോ ഞങ്ങൾ പോയ ആ ഒരു ടൈമിൻ്റെ ആണോ എന്നറിയില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോസ്കാണ് ഇത്. അതേപോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലവും. മോസ്കിനുള്ളിൽ ചെന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ നല്ല ഹാപ്പിയായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ മോസ്ക് കാണാൻ മാത്രമല്ല അവിടുത്തെ അറ്റ്മോസ്ഫിയറിന് എന്തോ ഒരു നല്ല പ്രത്യേകതയുണ്ട്. ചിലർക്ക് നല്ല റഷായിട്ടുള്ള നോയ്സി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാനായിരിക്കും ഇഷ്ടമല്ലേ. എനിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിരുന്നാലും ഇതേപോലെ സൈലൻ്റ് ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ഭയങ്കര ഗുഡ് ഫീൽ തരുന്ന സ്ഥലങ്ങളിൽ പോകുമ്പം ഒരു ഡിഫറെൻറ്റ് ഫീലാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഉള്ളിൽ എല്ലാവരും തന്നെ ക്യാമറയും വീഡിയോയും ഒക്കെ അലൗഡാണ്. ഇനി നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്കിൻ്റെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ.
ഇതാണ് മോസ്കിൻ്റെ ഉൾവശം. അതിൽ ആ റെഡ് മാർക്ക് ചെയ്യുന്നിടം വരെ നമുക്ക് എൻട്രി ഉള്ളേ. ഒരുപാട് ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മോസ്കാണ് ഇത്. ഈ മോസ്കിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ ശരിക്കും അടിപൊളിയാണ്. ഒരു ഡ്രോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. ഞങ്ങളുടെ കയ്യിൽ ഡ്രോൺ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ടോപ്പ് വ്യൂ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ. 13 ഏക്കറുള്ള ഒരു ഗാർഡൻ്റെ നടുക്കാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം തന്നെ എന്തോരം വലുതായിരിക്കും ഈ മോസ്ക് എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ശരിക്കും നല്ല ഭംഗിയാട്ടോ ഈ മോസ്കിന് ചുറ്റുമുള്ള ഈ ഗാർഡൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട്. കണ്ടില്ലേ എത്ര ഭംഗിയുണ്ടല്ലേ. ഈ മോസ്കിന് ചുറ്റും ദാ ഇങ്ങനൊരു വ്യൂ ആണുള്ളത്. പിന്നെ മിക്ക വലിയ ബിൽഡിങ്സും നമുക്കിവിടെ ഇന്ന് തന്നെ കാണാൻ കഴിയുവേ. കഥ പറഞ്ഞു നിന്നപ്പോഴത്തേക്കും നല്ല വെയിൽ മാറി നല്ല മഴയായി. അതാണ് മലേഷ്യ. ഇവിടുത്തെ കാലാവസ്ഥ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലായതുകൊണ്ട് പിന്നെ എവിടെ പോയാലും ഞങ്ങൾ പോകുന്നത് കുട കൊണ്ടാണ്. അതുകൊണ്ട് ഈ മഴയൊക്കെ നമുക്ക് ഓക്കെയാണെന്നൊക്കെ പറഞ്ഞാലും മഴ തോരുവോ എന്ന് നോക്കിയുള്ള ഇരിപ്പാണ് ഇത്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് മെർഡെക്ക സ്ക്വയറിലേക്കാണ്. നാഷണൽ മോസ്കിൽ നിന്ന് ഈ മെർഡെക്ക സ്ക്വയറിലോട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളേ. നടക്കാനുള്ള ദൂരം എന്ന് വെച്ചാൽ ഏകദേശം 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും തോന്നും. എന്നാലും മലേഷ്യയിൽ വന്നിട്ട് മലേഷ്യയിലെ ടൗൺ ഏരിയ ഒക്കെ ഒന്ന് നടന്ന് കാണാമല്ലോ എന്ന് കരുതി അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നടന്നായിരുന്നേ. മെർഡെക്ക സ്ക്വയറിനെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസാണ് ഇത്. മലേഷ്യയുടെ ഫ്ലാഗ് ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്തൊരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പം തന്നെ മലേഷ്യക്ക് ഈ ഒരു ഇൻഡിപെൻഡൻസ് സ്ക്വയർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ. അതേപോലെ എല്ലാ ഇൻഡിപെൻഡൻസ് ഡേക്കും പരേഡൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇതിന് ചുറ്റുമായിട്ട് കുറേ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉണ്ട്. ഈ മലേഷ്യയിലെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഒരുപാട് മെയിനായിട്ടുള്ള ഗവൺമെൻറ് ഓഫീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലമാണ് പുത്രജയ. മലേഷ്യ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എന്തായാലും പുത്രജയ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെയുള്ള ഗവൺമെൻറ് ഓഫീസുകളൊക്കെ കാണാനും അതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഒക്കെ അത് നല്ലതായിരിക്കും. മലേഷ്യയിലെ ഒരു മെയിൻ സിറ്റി ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എത്ര നന്നായിട്ടല്ലേ അവർ ഈ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും റോഡൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ഇനിയും നമ്മൾ നേരെ പോകുന്നത് മലേഷ്യയുടെ നാഷണൽ മോണുമെൻ്റായ ടുഗു നെഗാരയിലേക്കാണ്. ആദ്യമൊക്കെ പോവണ്ടെന്ന് ഞാൻ വിചാരിച്ചൊരു സ്ഥലമായിരുന്നു ഇത്. പക്ഷെ പോയി കണ്ടപ്പം ശരിക്കും സാറ്റിസ്ഫൈങ് ആയിരുന്നു. നമ്മൾ നേരത്തെ പിക്ചറിലൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു മോണുമെൻ്റ് അത്രേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളേ. പക്ഷെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് എത്ര ഭംഗിയായിട്ടാണ് അവരവിടെ അത് ചെയ്തിട്ടിരിക്കുന്നതെന്ന്. ആദ്യം ആ ഒരു മോണുമെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റിയും ഹിസ്റ്ററിയും ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ലേ. പക്ഷെ ചെന്ന് കണ്ടപ്പോൾ മനസ്സിലായി അത് വർത്ത് വിസിറ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു എന്ന്. നമ്മളിപ്പം നിൽക്കുന്നത് ടുഗു നെഗാര എന്ന് പറയുന്ന ഒരു മോണുമെൻ്റ് എൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് ഒരു ചെറിയ മോണുമെൻ്റ് വല്ലതായിരിക്കും എന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊരു വലിയ മോണുമെൻ്റാണ്. അതുപോലെ കാണാനും നല്ല ഭംഗിയുള്ളൊരു പ്ലേസ്. ഞങ്ങൾ കുറച്ച് നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ കുറച്ച് ടയർഡ്നെസ് ഉണ്ടെന്നല്ല, അത് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര നല്ലൊരു പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കൺട്രിക്ക് വേണ്ടി മരിച്ച സോൾജിയേഴ്സിൻ്റെ ഒരു റിമെമ്പറൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോണുമെൻ്റ് ഈ ടുഗു നെഗാര. അതപ്പം എങ്ങനെയുണ്ടെന്ന് ടുഗു നെഗാര അല്ലെങ്കിൽ നാഷണൽ മോണുമെന്റ് ഓഫ് മലേഷ്യ.
അത് ഇങ്ങനെ ഇരിക്കും, കണ്ടാൽ കാണിച്ചു തരാം, കാണാൻ പറ്റും. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരുപാട് വലിയതാണ് സംഭവം ശരിക്കും. ഇവിടെ നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്, സ്കൈലേ നല്ല വ്യൂ കാണാൻ. അതും കൂടെ കാണിച്ചു തരാം. മോണുമെന്റിന്റെ ചുറ്റും വാട്ടറും ആണ്. അതിങ്ങനെ ചെറിയ ഫൗണ്ടെയിൻ, ഇങ്ങനെ ചെറുതല്ല, അത്യാവശ്യം നല്ല ഫൗണ്ടെയിൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ചെറിയ മോണുമെൻ്റ് ആയിരുന്നേ. പക്ഷെ അതിൻ്റെ അടുത്ത് പോയി നിന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ അത്ര ചെറുതാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നാഷണൽ മോണുമെൻ്റ് ഓഫ് മലേഷ്യ. ഇനി നമുക്ക് കുറച്ച് മലേഷ്യൻ നൈറ്റ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്താലോ? ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്നിറങ്ങി വൈകിട്ട് വരെ കറങ്ങി നടക്കുകയല്ലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഹോട്ടലിൽ പോയി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും സന്ധ്യയായപ്പോൾ ഇറങ്ങിയതാണേ. ഇപ്പം നമ്മളുള്ളത് മലേഷ്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് സ്ട്രീറ്റായ ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റിലാണേ. ഫുഡ് ഒരുപാട് കാണാനും കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പോയൊരു പ്ലേസ് ആയിരുന്നേ ഈ ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റ്. ഭയങ്കര തിരക്കുള്ളൊരു സ്ട്രീറ്റാണ് ഇത്. ഞങ്ങൾ സന്ധ്യ ആയപ്പോഴായിരുന്നേ പോയത്. അപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേന് ഒട്ടും നടക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്കുണ്ടായിരുന്നേ അവിടെ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉള്ളൊരു സ്ട്രീറ്റാണിത്. ഫുഡ് മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത്, ഒരുപാട് സൗനിയേഴ്സും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ട്. മെയിനായിട്ടുള്ളത് ഫുഡാണെന്ന് മാത്രം. ഒരുപാട് എന്തൊക്കെയോ വാങ്ങണം, ട്രൈ ചെയ്യണം എന്നൊക്കെ കരുതിയാണ് പോയതെങ്കിലും ചെന്ന് കണ്ടപ്പോൾ മിക്കതും വാങ്ങാനും തോന്നിയില്ല, അവിടെ അധികം നേരം നിൽക്കാനും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അത് പലർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കെ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. ഫിഷ്, ചിക്കൻ മുതൽ ക്രോക്കഡൈൽ വരെ പച്ചയ്ക്കും വറുത്തും ഒക്കെ ഇവരിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് പേര് വാങ്ങി ട്രൈ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാ വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഭയങ്കര പ്രൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര പ്രൈസൊന്നും ഇല്ല, അഫോർഡ് ചെയ്യാവുന്ന പ്രൈസൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നേ. നമ്മൾ കുറച്ച് ഓക്കെ എന്ന് നമ്മുടെ മൈൻഡിന് തോന്നിയ കുറച്ച് ഐറ്റംസ് മാത്രമായിരുന്നു ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടാൽ നല്ല ഭംഗിയുള്ള ഐറ്റം കണ്ടപ്പോൾ എന്നാൽ ഇതൊക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങളിവിടെ നിന്നത്. എന്തായാലും ഞങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വാങ്ങുന്ന എല്ലാ ഐറ്റംസിനും നല്ല ടേസ്റ്റ് ഉണ്ടെന്നേ. അതുകൊണ്ടാണല്ലോ ഇത്ര തിരക്കും ഇത്രയും ആൾക്കാരെല്ലാം വാങ്ങി ട്രൈ ചെയ്യുന്നതും. പിന്നെ എന്ത് കണ്ടാലും കഴിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ കുറേ ഗ്രിൽ ഐറ്റംസ് ഒക്കെ വാങ്ങി. ഹണി ചിക്കനും അങ്ങനെ കുറേ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ്റെ തന്നെ ഗ്രിൽ ഐറ്റംസ്, ഇതെല്ലാം തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നേ. ഞങ്ങൾ കുറേ വാങ്ങി ഹോട്ടലിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഇതിനൊക്കെ പെർ പീസിന് 5 റിങ്കറ്റ്, 6 റിങ്കറ്റ്, വിത്തിൻ 10 റിങ്കറ്റ് ആയിരുന്നേ മിക്കതിനും ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ജലാനല്ലൂർ സ്ട്രീറ്റ് മൊത്തം ഒന്ന് കറങ്ങി നടന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്യാനുള്ള സമയമായ. ഇനി എന്താ, നേരെ ഹോട്ടലിലേക്ക് പോവുക, നല്ലപോലെ കടന്നൊന്ന് ഉറങ്ങുക. അപ്പോൾ നമുക്ക് പോകാനുള്ള കാർ എത്തിയിട്ടുണ്ടേ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ മലേഷ്യൻ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.